പരിശുദ്ധ റമദാൻ വിട പറഞ്ഞപ്പോൾ പൊതുവെ ജനങ്ങളെ രണ്ട് വിഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ റമദാനിലെ പോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിലും നന്മകൾ സമയത്ത് നിർവഹിക്കുന്ന കാര്യത്തിലുമൊക്കെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ വിശുദ്ധ റമദാൻ അവസാനിച്ചതോടുകൂടി ജീവിതത്തിന്റെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിലെ പല കാര്യങ്ങൾക്കും മാറ്റം വരുത്തി കഴിഞ്ഞു. വിശുദ്ധ റമദാനിൽ നിലനിന്നിരുന്ന ആ ഒരു സൂക്ഷ്മതയും തിന്മകളോട് അരുത് എന്ന ചിന്താഗതിയും പതുക്കെ മാറിത്തുടങ്ങി. പള്ളികളിലേക്കുള്ള ജമാഅത്തിന് കൃത്യസമയത്ത് എത്തണമെന്ന നിഷ്കർഷ അവരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഫർദ് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമൊക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ അലസത വന്നു തുടങ്ങുന്നു. രാത്രികളിൽ അലാറം വെച്ച് സൂര്യോദയത്തിന്റെയും പ്രഭാതോദയത്തിന്റെയും അഥവാ സുബഹിയുടെയും മുമ്പ് എഴുന്നേറ്റ് ശീലിച്ചിരുന്നവർ അത് അവസാനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ റമദാനാണ്, കാണരുത് പലതും, കേൾക്കരുത് പലതും, പറയരുത് പലതും എന്ന ചിന്തയോടെ ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചവർ അതൊക്കെ നിസ്സാരമായി കണ്ടു തുടങ്ങുന്നു. ഈ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഏതിലാണ് ഞാനും നിങ്ങളുമുള്ളത് എന്ന് നാം ഏവരും ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന സന്ദർഭമാണിത്. സഹോദരങ്ങളെ, നാം റബ്ബിനെയാണ് സൂക്ഷിക്കുന്നത്, റബ്ബിനെയാണ് ഭയപ്പെടുന്നത്. കാരണം ആ റബ്ബാണ് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, കൂനു റബ്ബാനിയ വലാ തകുൻ റമദാനിയ. നീ റബ്ബിന്റെ വക്താവായി മാറണം, മറിച്ച് നീ റമദാനിന്റെ ആളായി മാറരുത്, റമദാനികളിൽ പെട്ടുപോകരുത്. റമദാനിൽ മാത്രം സൂക്ഷ്മതയും റമദാനിൽ മാത്രം ചില പ്രത്യേകമായ മര്യാദകളും പാലിച്ച് റമദാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സകല തിന്മകളിലേക്കുമുള്ള മടങ്ങിപ്പോക്ക്, നിർബാധം തുടങ്ങിയ അതിലേക്ക് തിരിച്ചുപോയവരെ പോലെ നീ ആവരുത്. ഇബാദത്തുകൾ നിർവഹിക്കുവാൻ നമുക്ക് പുണ്യങ്ങളുടെ കാര്യത്തിലെ ഏറ്റവ്യത്യാസമുണ്ടാവുകയുള്ളൂ. റമദാനിൽ ലഭിക്കുന്ന പുണ്യം മറ്റൊരു കാലത്ത് ലഭ്യമാവില്ല. അതേ അവസരത്തിൽ നമുക്ക് ഇബാദത്തുകളും നമ്മുടെ നമസ്കാരവും നമ്മുടെ സാമ്പത്തിക വിശുദ്ധിയും മറ്റേത് കാര്യങ്ങളും ജീവിതത്തിന്റെ അവസാനം വരെ സൂക്ഷ്മതയോടെ നിലനിർത്തേണ്ടതാണ്.